ഹായ് ഫ്രണ്ട്സ്, നമുക്കിന്ന് നല്ല ടേസ്റ്റിയും ക്രിസ്പി ആയിട്ടുള്ള ഗീ റോസ്റ്റിൻ്റെ റെസിപ്പി നോക്കാം. അതിനായി ഒരു ബൗളിലേക്ക് 1/4 കപ്പ് ഉഴുന്ന് ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ 1 ടീസ്പൂൺ ഉലുവയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കതിലേക്ക് നന്നായിട്ട് കഴുകിയതിന് ശേഷം ആവശ്യമുള്ള വെള്ളമൊഴിച്ച് ഒന്ന് കുതിരാനായിട്ട് മാറ്റി വയ്ക്കാം. ഒരു 4 മണിക്കൂർ ഇതൊന്ന് കുതിരാനായിട്ട് മാറ്റി വയ്ക്കാം. അടുത്തതായി വേറൊരു ബൗളിലേക്ക് 2 കപ്പ് പച്ചരിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അത് നന്നായിട്ട് ഇനി വാഷ് ചെയ്തതിന് ശേഷം അതിലേക്കും വെള്ളമൊഴിച്ച് ഒരു 4 മണിക്കൂർ ഇതും ഒന്ന് കുതിരാനായിട്ട് മാറ്റി വയ്ക്കാം. അരിയും ഉഴുന്നും നന്നായിട്ട് ഇനി ഒന്ന് കുതിർന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ആദ്യം ഉഴുന്നൊന്ന് അരച്ചെടുക്കാം. അതിലേക്കുള്ള വെള്ളമൊന്ന് മാറ്റിയതിന് ശേഷം നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഉഴുന്ന് കുതിർത്ത് വെച്ചിട്ടുള്ള വെള്ളം തന്നെയാണ് ഇതിലേക്ക് ഒഴിച്ചൊന്ന് അരച്ചെടുക്കുന്നത്. 1/2 കപ്പ് വെള്ളമാണ് അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇതിവിടെ നന്നായിട്ട് ഇനി ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി അതേ മിക്സിയുടെ ജാറിലേക്ക് തന്നെ അരിയും കൂടെ വെള്ളം മാറ്റിയതിന് ശേഷം ഇട്ട് കൊടുക്കാം. അതിലേക്ക് ഇനി 1 കപ്പ് ചോറും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്കും ഉഴുന്ന് കുതിർത്തി വെച്ചിട്ടുള്ള വെള്ളം തന്നെയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. 1 കപ്പ് വെള്ളം അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത് നമുക്ക് നന്നായിട്ട് ഇനി ഒന്ന് അരച്ചിട്ടെടുക്കാം. ഇതും ഇവിടെ അരച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് ആ ഉഴുന്ന് അരച്ച് വെച്ചതിലൂടെ ഇതും കൂടെ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് 1-2 മിനിറ്റ് നന്നായിട്ട് ഇനി സ്പൂൺ കൊണ്ട് ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കണം. ഇതിവിടെ നന്നായിട്ട് ഇനി ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ കൺസിസ്റ്റൻസിയിൽ വേണം മാവൊന്ന് റെഡിയാക്കി എടുക്കാനായിട്ട്. നമുക്കിനി ഇത് രാത്രിയാണ് ഞാനിവിടെ അരച്ച് വെക്കുന്നത്. ഇനി നമുക്കിത് രാവിലെ എടുക്കാം. ഇപ്പോൾ രാവിലെ ആയിട്ടുണ്ട്. നമുക്ക് അടപ്പൊന്ന് തുറന്ന് നോക്കാം. നന്നായിട്ട് ഇനി മാവെല്ലാം ഒന്ന് പൊങ്ങി വന്നിട്ടുണ്ട്. നമുക്കിനി നന്നായിട്ടൊന്ന് ഇതൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. ഇതിവിടെ നന്നായിട്ട് ഇനി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ നിന്നും ആവശ്യമുള്ള മാവ് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയെടുക്കാം. മാവ് ഇവിടെ വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് ആവശ്യമുള്ള ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ട് ഇനി ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. ഗീ റോസ്റ്റിനുള്ള മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഞാനിവിടെ ഒരു ദോശത്തവ സ്റ്റൗവിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് ചൂടായി വന്നതിന് ശേഷം നമുക്കതിലേക്ക് 1/2 സ്പൂൺ മാവ് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നല്ല തിന്നായിട്ട് ഇനി ഒന്ന് പരത്തിയെടുക്കാം. ഇതിവിടെ നന്നായിട്ട് ഇനി ഒന്ന് പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മുകൾ ഭാഗം ഒന്ന് ഡ്രൈ ആയി വരുമ്പോൾ നമുക്കതിലേക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ 2 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എത്രയാണ് ആവശ്യം അതനുസരിച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. എന്നിട്ട് ഒരു ബ്രഷ് കൊണ്ട് നന്നായിട്ട് ഇനി ഇതെല്ലാ ഭാഗത്തും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ മുകൾ ഭാഗമെല്ലാം ഒന്ന് നന്നായിട്ട് മൊരിഞ്ഞു വന്നതിന് ശേഷം നമുക്ക് ഇതുപോലെ ഒന്ന് മറിച്ചിട്ടതിന് ശേഷം പ്ലേറ്റിലേക്ക് മാറ്റി